ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അറേബ്യൻ മരുഭൂമിയിലെ വിവിധ മണലുകളുടെ നിറമാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. സ്വർണം ധാരാളമായി ഉപയോഗിച്ച് നിർമ്മിച്ച ഹോട്ടൽ എന്ന ഖ്യാതിയും ഈ ഒരു ഹോട്ടലിനുണ്ട്. അതിൻ്റെ തന്നെ ഗോൾഡൻ പാലസ് ഹോട്ടലിനും ഈ ഒരു ഹോട്ടലിന് അലങ്കാരമായിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. ഇതിന്റെ ഓരോ നിലയുടെയും എഡ്ജിലായിട്ട് 22 ക്യാരറ്റ് സ്വർണത്തിന്റെ തകിടുകളാണ് വെച്ചിരിക്കുന്നത്. മാമ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത് ദിവസമാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് മോസ്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് മാമ. മനോഹരമായ മാമൻ്റെ പേര്. അവയിൽ കാണാനായിട്ട് ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നത് പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് എമിറേറ്റ്സ് പാലസ് ഹോട്ടലിലേക്കാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് UAE തന്നെ പ്രസിഡന്റിന്റെ ഷെയ്ഖ് പാലസ് ഉണ്ട്. ആ ഒരു പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രസിഡൻഷ്യൽ പാലസ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ അബുദാബിയിൽ തന്നെ വലിയൊരു ടൂറിസ്റ്റ് ലാൻഡ് മാർക്കായിട്ടുള്ള അബുദാബി ഫെറാറി വേൾഡിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ UAE തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഷെയ്ഖ് സിയാദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് അടുത്തത്. അപ്പോൾ ഈ 4 സ്പോട്ടിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അബുദാബിയുടെ മെയിൻ ബസ് സ്റ്റേഷൻ. നമ്മൾ ദുബായിൽ നിന്ന് വന്നിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബസ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കും പോകുന്നത്. കാരണം ഇതാണ് ഒരു സെൻറ്റർ. ഇതിൻ്റെ പല ഭാഗത്താണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എമിറേറ്റ്സ് പാലസിലേക്കാണ്. അപ്പോൾ അവിടേക്ക് കുറച്ച് ദൂരം നമുക്ക് ടാക്സി എടുക്കാം. ഫെറാറി വേൾഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ബസ്സിൽ പോകുന്നതാണ് നല്ലത്. കാരണം ടാക്സിയിൽ വേണമെങ്കിൽ 10-60 തരം പോകും. എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ വിസിറ്റേഴ്സിനായിട്ട് തുറന്നിറക്കുന്ന സമയം എന്ന് പറയുന്നത് 10 മണിക്ക് ശേഷം മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെ UAEയുടെ പ്രസിഡൻഷ്യൽ പാലസ് തുറക്കുന്നത് 11 മണിക്കാണ്. ഈ മതിലിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്നതാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് പത്തങ്ങോട്ട് നടക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആകാശം മുട്ടുന്ന ഉയരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ കാണാം. എല്ലാം പ്രസിദ്ധമായിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ്. ഗ്രാൻഡ് ഹയാത്ത് അടക്കമുള്ള അത്യാഡംബര ഹോട്ടലുകളുടെ ഒരു നിര തന്നെ നമുക്ക് ഇവിടുന്ന് കാണാം. നമ്മളങ്ങനെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. എൻട്രി ഫീ ഒന്നുമില്ല. ഇനി ഭാവിയിൽ ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ് പോലൊക്കെ എൻട്രി ഫീ ആക്കുമെന്ന് അറിയില്ല. അറ്റ് പ്രസന്റ് ഫ്രീ എൻട്രി ആണ്. ഹോട്ടലിൽ താമസിക്കാനുള്ളത് നമ്മളെ പോലെ ഹോട്ടൽ കാണാൻ വേണ്ടി മാത്രം വരുന്ന ടൂറിസ്റ്റുകൾക്ക് 10 മണി മുതലാണ് അകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. സന്ദർശകർക്ക് മുട്ടിന് മുകളിലേക്കുള്ള ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചിലർക്ക് വിലക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു പാൻസ് ഉള്ള കാരണം ഞാൻ രക്ഷപ്പെട്ടു. എൻട്രൻസ് ഗേറ്റിൽ നിന്നും കുറച്ച് അകലെയായിട്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ കാണാം. നടന്നെത്താനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ഏറ്റവും മുമ്പിലായിട്ട് UAEയുടെ ഒരു പട്ടുകൂട്ടൻ കൊടി പാറിപ്പറക്കുന്നത് കാണാം. വശങ്ങളിലായി ഗോൾഫ് മൈതാനം പോലെ പച്ചപ്പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയുണ്ട്. ഹോട്ടലിൻ്റെ നാട്ടുമുറ്റം പോലെ ഒരു സ്ഥലത്തെത്തി നമ്മൾ ശാന്തമായൊരു വാട്ടർ ഫൗണ്ടൻ കാണാം. ഒറ്റ നോട്ടത്തിൽ അതിപുരാതനമായിട്ടുള്ള കൊട്ടാരം പോലെ തോന്നുമെങ്കിലും 2005-ലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. 1000 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള പാലസ് ഹോട്ടലും പരിസര പ്രദേശങ്ങളൊക്കെ നിൽക്കുന്നത്. ഇവിടെ നിന്നും ധാരാളം പടവുകൾ കയറി വേണം നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് എത്താനായിട്ട്. നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. സാധാരണ കഥകളിലെ സിനിമകളിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൊട്ടാരങ്ങളൊക്കെ നമ്മൾ കണ്ടുപരിചയമുണ്ടായിരിക്കും. ഇതിപ്പോൾ നേരിട്ട് കാണുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഈ പാലസ് ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് മുഴുവനായിട്ട് കല്ലിൽ കൊത്തിയാണ് പണിതെടുത്തിട്ടുള്ളത്. അറേബ്യൻ മരുഭൂമിയിലെ വിവിധ മണലുകളുടെ നിറമാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സൂര്യൻ്റെ വിവിധ സമയത്തെ പ്രകാശങ്ങൾക്കനുസരിച്ച് ഇളം ചുവപ്പും തവിട്ടും കാവ്യ നിറങ്ങളെല്ലാം ഇതിന് പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പല സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയായിരിക്കും നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് പുറമെ നിന്ന് കാണുമ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നത്. എമിറേറ്റ്സ് പാലസ് മാൻഡറിൻ ഓറിയന്റൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ മുഴുവൻ പേര് വരുന്നത്. നമ്മളങ്ങനെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മര്യാദയുള്ള പെരുമാറ്റമാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ. ഒരു തരവും കാണിക്കാതെ എല്ലാവർക്കും ഒരുപോലെ ആദ്യത്തെ മര്യാദ തരുന്ന ജീവനക്കാരെ നമുക്ക് കാണാം. നാട്ടിൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റിക്കാരുടെയും പോലീസുകാരുടെ ഒക്കെ പെരുമാറ്റം നമ്മൾ ആലോചിച്ച് പോകാം. എന്തായാലും ആദിത്യ മര്യാദയുടെ കാര്യത്തിൽ ഈ രാജ്യം ഒരുപടി മുന്നിലാണെന്ന് തന്നെ പറയാം. മെയിൻ എൻട്രൻസ് വഴി അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു പൂമുഖം പോലത്തെ ഒരു ഏരിയയിലെത്തും. പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും മനോഹരമായിട്ടുള്ള വലിയ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഒപ്പം ഒരു സ്മരണയെന്നോണം പഴയ ഭരണാധികാരികളുടെ ഫോട്ടോയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഹോട്ടലിന്റെ മെയിൻ ലോബിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എൻ്റെ പൊന്നേ,
സ്വർണ്ണമാളിക എന്നൊക്കെ നമ്മൾ കഥകളിൽ വായിച്ച് മനസ്സിൽ കയറിയ ചില സങ്കല്പങ്ങളുണ്ട്. അത്ര സ്വപ്ന സങ്കല്പങ്ങൾ നേരിൽ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുക? അതേ ഒരു അനുഭവം തന്നെയാണ് എൻ്റെ മനസ്സിലും തോന്നുന്നത്. ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്നൊക്കെ അലങ്കാരമായി വിളിക്കാമെങ്കിലും ആഡംബരം എന്ന വാക്കിന് മുകളിൽ പുതിയൊരു വാക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു സ്വർണ്ണമാളികയെ വർണ്ണിക്കാനായിട്ട്. സ്വർണം ധാരാളമായി ഉപയോഗിച്ച് നിർമ്മിച്ച ഹോട്ടൽ എന്ന ഖ്യാതിയും ഈ ഒരു ഹോട്ടലിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അധികം നിർമ്മാണ ചെലവ് വന്ന ഹോട്ടലിൽ ഒന്നാണ് ഈ ഒരു ഹോട്ടൽ. $300 കോടി അപ്രോക്സിമേറ്റ് നിർമ്മാണ ചെലവ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിന് പോലും കൂട്ടാൻ പറ്റാത്തൊരു വലിയ സംഖ്യയാണ് കാണിക്കുന്നത്. ഇതിന്റെ ഓരോ നിലയുടെയും മിഡ്ജിലായിട്ട് 22 ക്യാരറ്റ് സ്വർണത്തിന്റെ തകിടുകളാണ് വെച്ചിരിക്കുന്നത്. ഇത്തരം സ്വർണ്ണ തകിടുകളിലേക്ക് ലൈറ്റ് അടിക്കുമ്പോഴുള്ള പ്രതിഫലനം കൊണ്ടാണ് ഇതിന്റെ അകത്തളത്തിന് നല്ലൊരു ഗോൾഡൻ ആംബിയൻസ് നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വർണ്ണനകൾക്ക് അപ്പുറമുള്ള ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള സൗധം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. ഗസ്റ്റുകൾക്ക് ചെക്ക് ഇൻ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഏരിയയാണ്. അതിസമ്പന്നന്മാർ മാത്രം ഉപയോഗിക്കുന്ന റോളക്സ് മുതലായ ലോകോത്തര ബ്രാൻഡുകളുടെ ഒരു ചെറിയ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഒന്നും വില ചോദിക്കാൻ പോലും ഞാൻ അർഹനല്ല എന്നൊരു കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് നോക്കി കാണുകയാണ്. തൊട്ടുമുകളിലായിട്ട് റോളക്സിൻ്റെ ഒരു സ്വർണത്തിൻ്റെ ഗംഭീര ക്ലോക്ക് കാണാം. എന്താ ഭംഗി നോക്കിയാൽ. ഈ ഹോട്ടലിന് കിട്ടിയിട്ടുള്ള വിവിധ അവാർഡുകളെല്ലാം ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റിനകത്ത് അതുപോലെ തന്നെ ഇതുപോലത്തെ റീഡിംഗ് ബോർഡ്, വാഷ്റൂമിനകത്ത് കംപ്ലീറ്റ് സ്വർണം കൊണ്ടാണ് ഈ ഒരു ഹോട്ടലിൽ എന്ന് പറയുക പണിതെടുത്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഗോൾഡൻ പാലസ് ഹോട്ടലിൽ നിന്നും ഈ ഒരു ഹോട്ടലിന് അലങ്കാരമായിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. സ്വർണം എന്ന ലോഹം മലയാളികൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ഒരു വസ്തുവാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ സ്വർണത്തിന് ഇത്രയേ വിലയുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇവിടെ കംപ്ലീറ്റ് സ്വർണം കൊണ്ട് ഒരു എന്താ പറയുക ആർട്ട് വർക്കുകൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്വർണത്തിൻ്റെ ആ ഒരു പ്രതിഫലനം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക പ്രത്യേകതരം ഒരു ഫീലാണ്. അത് എനിക്ക് പറഞ്ഞറിയാൻ കഴിയില്ല. ഇവിടെ തന്നെ വരുമ്പോഴാണെന്നുള്ള അതിൻ്റെ ഫീലിംഗ് നമുക്ക് മനസ്സിലാവുള്ളൂ. UAE ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസ്റ്റ് പാലസ് കൂടിയാണ് ഇത്. 394 റൂംസുകളാണ് ഇവിടെ ഉള്ളത്. 92 സൂട്ട് റൂമുകളും ഉണ്ട്. അതേ തന്നെ ഷെയ്ഖിൻ്റെ പ്രത്യേക അതിഥികൾക്ക് വേണ്ടിയിട്ട് 6 റൂളേഴ്സ് സൂട്ട് റൂമുകളും ഇവിടെയുണ്ട്. UAEയുടെ തലസ്ഥാനമായ അബുദാബി സന്ദർശിക്കാൻ വരുന്ന പ്രധാനമന്ത്രിമാരും ഹൈ ഓഫീഷ്യൽസ് എല്ലാം താമസിക്കുന്നത് ഇവിടെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വന്ന സമയത്തും ഇവിടെയുള്ള ഒരു സൂട്ട് റൂമിലാണ് താമസിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഇരിക്കാനുള്ള ധാരാളം സോഫകളുണ്ട്. നമുക്ക് ഇരിക്കാമെന്നറിയില്ല, എന്നാലും ഞാൻ ഇരുന്ന് നോക്കാണ്. ആഹാ, അടിപൊളി. സോ ഇതൊക്കെയാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൻ്റെ കാഴ്ചകൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നിന്നും പ്രസിഡൻഷ്യൽ പാലസിലേക്കാണ് പോകാൻ പോണത്. ഏട്ടനാടിയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൂണൊക്കെ വമ്പർ തൂണുകളാണ്. ഇതിൻ്റെ ആംബിയൻസ് നോക്കിയാൽ ക്യാമറയിൽ എത്ര മാത്രം കിട്ടുമെന്ന് അറിയില്ല. നല്ല വൈഡായിട്ടുള്ള വലിയൊരു ആംബിയൻസാണ്. നമ്മുടെ ബാഹുബലിയിലൊക്കെ നമുക്കുള്ള പോലത്തെ വലിയൊരു രാജകൊട്ടാരമുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ട് സൈഡ് പോലെയാണ്. ആക്ച്വലി ഇത് ഹോട്ടലാണ്, ആൾക്കാർക്ക് താമസിക്കുന്ന ഹോട്ടലാണ്. പക്ഷേ അത് എന്താ പറയുക വലിയൊരു പാലസ് തന്നെയാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൗതുകമുള്ളതുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും ഇവിടേക്ക് വരുന്നത്. എമിറേറ്റ്സ് പാലസിൻ്റെ കാഴ്ചയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പതുക്കെ ഇവിടെ നീങ്ങാൻ പോകണം. അടുത്ത നമ്മൾ പോകാൻ പോണത് UAE പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻഷ്യൽ പാലസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. നല്ല ചൂടാണ്, അതുകൊണ്ട് നമുക്ക് ടാക്സിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ചൂടില്ലെങ്കിൽ നമുക്ക് നടക്കാറുണ്ട്.